സ്വാഗതം ഫ്രണ്ട്സ്. എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒരു റിവിഷൻ മോക്ക് ടെസ്റ്റാണ്. 60 ചോദ്യങ്ങളുടെ റിവിഷൻ മോക്ക് ടെസ്റ്റാണ്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ 60 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിനകത്ത് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ചോദ്യം, ഒരു 5-6 സെക്കൻഡുകൾക്കുള്ളിൽ ഉത്തരം. അപ്പോൾ ഇങ്ങനെ പോകും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റിവിഷൻ മോക്ക് ടെസ്റ്റിലേക്ക് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റിവിഷൻ മോക്ക് ടെസ്റ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എൽബയിൽ നിന്നും നെപ്പോളിയൻ്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് ദണ്ഡി യാത്രയെ വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ് ആണ് എൽബയിൽ നിന്നും നെപ്പോളിയൻ്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് ദണ്ഡി യാത്രയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ kerala.pscwinner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യ കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ചിത്രം തപാൽ സ്റ്റാമ്പുകളിൽ അച്ചടിച്ച ആദ്യ രാജ്യം ഏത്? ഓപ്ഷൻ ബി അമേരിക്കയാണ്. ഇന്ത്യ കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ചിത്രം തപാൽ സ്റ്റാമ്പുകളിൽ അച്ചടിച്ച ആദ്യ രാജ്യമാണ് അമേരിക്ക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം ഏത്? ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡാണ്. ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ഉൾക്കാമ്പിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹമേത്? ഓപ്ഷൻ എ ഇരുമ്പാണ്. ഭൂമിയുടെ ഉൾക്കാമ്പിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹമാണ് ഇരുമ്പ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ മെട്രോ കൊൽക്കത്ത മെട്രോ നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ ബി 1984 ഇന്ത്യയിലെ ആദ്യ മെട്രോ കൊൽക്കത്ത മെട്രോ നിലവിൽ വന്ന വർഷം 1984. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആരുടെ ജന്മദിനമാണ് നാം രാഷ്ട്രീയ ഏകതാ ദിനമായിട്ട് ആചരിക്കുന്നത്? ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമാണ് നാം രാഷ്ട്രീയ ഏകതാ ദിനമായിട്ട് ആചരിക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ വയ്ക്കാൻ കഴിയുന്ന കാലം എത്ര? ഓപ്ഷൻ എ 3 മാസമാണ്. ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ വയ്ക്കാൻ കഴിയുന്ന കാലം 3 മാസം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാകയായ സ്വദേശി പതാക ഉയർത്തിയ സ്ഥലം ഏത്? ഓപ്ഷൻ എ കൊൽക്കത്തയിലാണ്. ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാകയായ സ്വദേശി പതാക ഉയർത്തിയത് കൊൽക്കത്തയിൽ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത്? ഓപ്ഷൻ ഡി ആറളം വന്യജീവി സങ്കേതമാണ്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആറളം. പത്താമത്തെ ക്വസ്റ്റ്യൻ. ഗാന്ധി വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏത്? ഓപ്ഷൻ ഡി കപൂർ കമ്മീഷനാണ്. ഗാന്ധി വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് കപൂർ കമ്മീഷൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആരുടെ പേരിലാണ് പ്രശസ്തമായ VJT ഹാൾ ഇപ്പോൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ അയ്യങ്കാളിയുടെ പേരിലാണ് പ്രശസ്തമായ VJT ഹാൾ ഇപ്പോൾ അറിയപ്പെടുന്നത്. അയ്യങ്കാളിയുടെ പേരിലാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ പ്ലീഹയാണ്. മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹ. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഹൈപ്പോകലേമിയ എന്ന രോഗം ഉണ്ടാകുന്നത് എന്തിൻ്റെ കുറവ് മൂലമാണ്? ഓപ്ഷൻ ബി പൊട്ടാസ്യത്തിൻ്റെ കുറവ് മൂലമാണ്. ഹൈപ്പോകലേമിയ എന്ന രോഗമുണ്ടാകുന്നത് പൊട്ടാസ്യത്തിൻ്റെ കുറവ് മൂലമാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിലേക്ക് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്ന വർഷമേത്?
ഓപ്ഷൻ എ 1977 കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിലേക്കും ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് 1977. 15ാമത്തെ ക്വസ്റ്റ്യൻ. ആധുനിക ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി ജംഷഡ്ജി ടാറ്റയാണ് ആധുനിക ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ജംഷഡ്ജി ടാറ്റ. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി 2 പ്രാവശ്യം ആദരിക്കപ്പെട്ട മലയാളി ആര്? ഓപ്ഷൻ ഡി വി കെ കൃഷ്ണമേനോനാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി 2 പ്രാവശ്യം ആദരിക്കപ്പെട്ട മലയാളി വി കെ കൃഷ്ണമേനോൻ. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആരാണ് ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനായി ജനകീയ പദ്ധതി തയ്യാറാക്കിയത്? ഓപ്ഷൻ ബി എം.എൻ. റോയിയാണ് ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനായിട്ട് ജനകീയ പദ്ധതി തയ്യാറാക്കിയത്. എം.എൻ. റോയ്. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഭരതനാട്യം ഏത് സംസ്ഥാനത്തെ തനത് നൃത്തരൂപമാണ്? ഓപ്ഷൻ എ തമിഴ്നാടിൻ്റെ തനത് നൃത്തരൂപമാണ് ഭരതനാട്യം. തമിഴ്നാടിൻ്റെ തനത് നൃത്തരൂപം. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതായി എന്ന രോഗത്തിന് കാരണമായ മൂലകമേത്? ഓപ്ഷൻ ഡി കാഡ്മിയമാണ് ഇതായി എന്ന രോഗത്തിന് കാരണമായ മൂലകമാണ് കാഡ്മിയം. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്ത കേരള നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികളാണ് അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്ത കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഖരവസ്തുക്കളിൽ താപപ്രേഷണം നടക്കുന്ന രീതി ഏത്? ഓപ്ഷൻ എ ചാലനം മുഖാന്തരമാണ് ഖരവസ്തുക്കളിൽ താപപ്രേഷണം നടക്കുന്ന രീതിയാണ് ചാലനം. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെട്ടത് ആര്? ഓപ്ഷൻ എ മക്തി തങ്ങളാണ് മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്നത്. മക്തി തങ്ങൾ. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കാർഗിൽ യുദ്ധസമയത്തെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നു. കാർഗിൽ യുദ്ധസമയത്തെ പ്രതിരോധ മന്ത്രിയായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഗ്ലാഡ്സ്റ്റോൺ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഓപ്ഷൻ എ ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ ഗ്ലാഡ്സ്റ്റോൺ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ദാദാഭായ് നവറോജി. 25ാമത്തെ ക്വസ്റ്റ്യൻ. വിശപ്പ്, ദാഹം, വിവിധ ആസക്തികൾ എന്നിവയുണ്ടാക്കുന്ന തലച്ചോറിലെ ഭാഗമേത്? ഓപ്ഷൻ എ ഹൈപ്പോതലാമസ് ആണ്. വിശപ്പ്, ദാഹം, വിവിധ ആസക്തികൾ എന്നിവയുണ്ടാക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. രംഗനാഥ മിശ്ര. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ഏതു ഭാഗത്തെയാണ്? ഓപ്ഷൻ ഡി ആമുഖത്തെയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ആമുഖത്തെ. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ് ഇപ്രകാരം പറഞ്ഞതാര്? ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദനാണ് പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. സ്വാമി വിവേകാനന്ദൻ. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നീലം കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭം ഏത്? ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹമാണ്. നീലം കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം.
30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ ഡി എയ്ഡ്സ് ആണ്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് എയ്ഡ്സ്. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ് വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത്. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ലോഹമേത്? ഓപ്ഷൻ സി സിങ്ക് ആണ്. കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ലോഹമാണ് സിങ്ക്. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണ്? ഓപ്ഷൻ ബി 120/80 mm ഹൈഡ്രാജറമാണ് മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദം. 120/80 mm Hg. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ് മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത്? ഓപ്ഷൻ ബി വൈറ്റമിൻ സിയുടെ അഭാവമാണ്. മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് വൈറ്റമിൻ സിയുടെ അഭാവം മൂലമാണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി മധ്യപ്രദേശാണ്. കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലാലാ ലജ്പത് റായ് ലാഹോറിൽ ആരംഭിച്ച ബാങ്ക് ഏത്? ഓപ്ഷൻ എ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. ലാലാ ലജ്പത് റായ് ലാഹോറിൽ ആരംഭിച്ച ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. 37ാമത്തെ ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഷകൾ എത്ര? ഓപ്ഷൻ ഡി 22 ഭാഷകളാണ്. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഷകളുടെ എണ്ണം 22 എണ്ണം. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിലംബോ ന്യൂസിഫറ എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ഓപ്ഷൻ ഡി താമരയുടെ ശാസ്ത്രീയ നാമമാണ്. നിലംബോ ന്യൂസിഫറ എന്നത് താമരയുടെ ശാസ്ത്രീയ നാമം. 39ാമത്തെ ക്വസ്റ്റ്യൻ. വിവരാവകാശ ഭേദഗതി നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷമേത്? ഓപ്ഷൻ ഡി 2019 വിവരാവകാശ ഭേദഗതി നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷമാണ് 2019. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജം കേരളത്തിൽ പ്രചരിപ്പിച്ച നവോത്ഥാന നായകനാര്? ഓപ്ഷൻ ഡി അയ്യത്താൻ ഗോപാലനാണ്. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജം കേരളത്തിൽ പ്രചരിപ്പിച്ച നവോത്ഥാന നായകനാണ് അയ്യത്താൻ ഗോപാലൻ. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാര്? ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാരാണ്? വൈകുണ്ഠ സ്വാമികൾ. 42ാമത്തെ ക്വസ്റ്റ്യൻ. ഒളിമ്പിക്സ് മെഡൽ നേടിയ ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി ആര്? ഓപ്ഷൻ സി മാനുവൽ ഫ്രെഡറിക് ആണ്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി ആരാണ്? മാനുവൽ ഫ്രെഡറിക്. രണ്ടാമത്തെ മലയാളിയാണ് PR ശ്രീജേഷ്. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാദ്യോപകരണങ്ങളുടെ അകമ്പടി ഇല്ലാതെ അവതരിപ്പിക്കുന്ന കലാരൂപം ഏത്? ഓപ്ഷൻ സി പാഠകമാണ്. വാദ്യോപകരണങ്ങളുടെ അകമ്പടി ഇല്ലാതെ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് പാഠകം. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രം ഏത്? ഓപ്ഷൻ ബി കാസിരംഗ നാഷണൽ പാർക്കാണ്. ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രമാണ് കാസിരംഗ നാഷണൽ പാർക്ക്. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ച വർഷമേത്?
ഓപ്ഷൻ ഡി 2010 ദേശീയ പൈതൃക മൃഗമായിട്ട് ആനയെ അംഗീകരിച്ച വർഷമാണ് 2010. 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം ഏത്? ഓപ്ഷൻ എ ദൃശ്യപ്രകാശമാണ്. വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗമാണ് ദൃശ്യപ്രകാശം. 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏതിൻ്റെ എല്ലാം സംയുക്തമാണ് അമോണിയ? ഓപ്ഷൻ ഡി നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും സംയുക്തമാണ് അമോണിയ. നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും സംയുക്തം. 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പീക്ക് XV പീക്ക് 15 എന്ന പഴയകാല നാമമുണ്ടായിരുന്ന കൊടുമുടി ഏത്? ഓപ്ഷൻ ബി മൗണ്ട് എവറസ്റ്റ് ആണ്. പീക്ക് 15 എന്ന പഴയകാല നാമമുണ്ടായിരുന്ന കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ അവസാന പഞ്ചവത്സര പദ്ധതി 12ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷമേത്? ഓപ്ഷൻ സി 2012 ഇന്ത്യയിലെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയായ 12ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷമാണ് 2012. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജനകീയാസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഓപ്ഷൻ സി MN റോയി ആണ്. ജനകീയാസൂത്രണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് MN റോയി. 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ ഏത് ചരിത്ര സംഭവത്തെ ആധാരമാക്കിയുള്ളതാണ്? ഓപ്ഷൻ എ കയ്യൂർ സമരത്തെ ആധാരമാക്കിയുള്ള സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരത്തെ ആധാരമാക്കിയുള്ള സിനിമയാണ്. 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി KCS പണിക്കറാണ്. കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? KCS പണിക്കർ. 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചത് ആര്? ഓപ്ഷൻ സി ശങ്കരൻ നായരാണ്. മലയാളിയായ C ശങ്കരൻ നായരാണ് ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചത് C ശങ്കരൻ നായർ. 54ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ഓപ്ഷൻ ഡി അവതാർ സിംഗ് ചിമയാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരനാണ് അവതാർ സിംഗ് ചിമ. 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗം താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ ഡി ഡിഫ്തീരിയയാണ്. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗമാണ് ഡിഫ്തീരിയ. 56ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. K കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ എ മൊയ്യാരത്ത് ശങ്കരനാണ്. K കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരൻ. 57ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയമെത്ര? ഓപ്ഷൻ എ 8.333 മിനിറ്റ് ആണ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയമാണ് 8.333 മിനിറ്റ്. 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നെഫോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഓപ്ഷൻ ബി മേഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. നെഫോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? മേഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. 59ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ സെൻസസ് നടന്ന വർഷമേത്? ഓപ്ഷൻ എ 1951 സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ സെൻസസ് നടന്ന വർഷമാണ് 1951. 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ ബി 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ്
44-ാം ഭേദഗതി. ഓക്കെ ഫ്രണ്ട്സ്. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ kerala-pscwinner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക.